ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫോർ ഫ്രം വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മൾ നെറ്റിപ്പട്ടത്തിന്റെ വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. നമ്മൾ നെറ്റിപ്പട്ടത്തിന് സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്കിനി നേരെ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെറിയ കുമിളകളുണ്ട്, ചീന്തുപുളി, വെൽവെറ്റ് തുണി, ചന്ദ്രക്കല, അഷ്ടവസുക്കളും നവഗ്രഹങ്ങളും, ത്രിമൂർത്തി, ലക്ഷ്മി, പാർവതി, സരസ്വതി, പിന്നെ കുഞ്ചലം കെട്ടാനുള്ള നൂല്, ഫെവിബോണ്ടിൻ്റെ പശ, ക്യാൻവാസ്, പിന്നെ കസവിൻ്റെ തുണി. ഇത്രയാണ് നമുക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഫ്രണ്ട്സ്, അപ്പോഴത്തേക്കും നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സെറ്റ് 1.5 അടിയുടെ സെറ്റാണ്. നമുക്ക് ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. 40 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ നീളവുമാണ് ഇതിനുള്ളത്. അപ്പം നമുക്കിനി ഇതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ പൊക്കത്ത് നമ്മുടെ വെൽവെറ്റ് തുണി വെച്ചൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഒറിജിനൽ സ്കെച്ചിനെക്കാളിലും 1 ഇഞ്ച് വലിപ്പത്തിൽ നമ്മുടെ വെൽവെറ്റ് തുണി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ ക്യാൻവാസിൻ്റെ രൂപത്തിൽ നമ്മുടെ മഞ്ഞ തുണിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ തുണി നമുക്ക് ക്യാൻവാസിലോട്ട് ഒട്ടിക്കാം. അതൊക്കെ നമുക്കിനി അത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗോൾഡൻ ഷീറ്റ് ക്യാൻവാസിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ 1 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യുക. നമ്മുടെ റെഡ് വെൽവെറ്റ് കളറിലെ ആ ഷീറ്റിനകത്തോട്ട് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഈ ഗോൾഡൻ ഷീറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഒട്ടിക്കാം. നമ്മളെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗോൾഡൻ തുണി നമ്മുടെ വെൽവെറ്റ് ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റാകണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി മൂലഗണപതിയെ വെച്ച് തന്നെ തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മൾ മൂലഗണപതിനെ വെച്ചു. ഇനി നമുക്ക് ത്രിമൂർത്തിനെ വെക്കാം. ത്രിമൂർത്തി കൃത്യം സെൻറ്ററിലായിട്ട് തന്നെയാണ് വേണ്ടത്. നമ്മൾ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് പാർവതീനെ വെക്കാം. നമ്മൾ ത്രിമൂർത്തിയുടെ തൊട്ട് മുകളിലായിട്ട് തന്നെ വെക്കണം. ചീന്തുപുളികൾ ത്രിമൂർത്തിക്ക് വെക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ഗ്യാപ്പ് അനുസരിച്ച് വേണം പാർവതീനെ വെക്കാൻ. പാർവതീനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ലക്ഷ്മി സരസ്വതീനെ വെച്ചു. ഇനി ചീന്തുപുളികൾ ഒന്നൊന്നായി നമ്മുടെ ഓരോ ദേവസങ്കല്പത്തിനും ചുറ്റും വെക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചീന്തുപുളികൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ചന്ദ്രക്കലകൾ വെക്കാം. ചന്ദ്രക്കലകൾ ഒരു നിശ്ചിതമായ അകലത്തിൽ വേണം നമ്മൾ ഓർഡർ വെക്കാൻ. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോർഡറിന് ചുറ്റും ഈ അളവിലുള്ള മുത്തുകൾ ഒട്ടിക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാർവതിയുടെ മുകളിലായിട്ട് സപ്തർഷികളെ വെക്കാം. അതിനുശേഷം നമുക്ക് നെറ്റിപ്പട്ടത്തിൽ നമുക്ക് നവഗ്രഹങ്ങളെയും അഷ്ടവസുക്കളെയും വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഭയങ്കര രാത്രിയായി കിടക്കാൻ പോവാണ്. ഇനി നമുക്ക് നാളെ ബാക്കിയുള്ളത് ചെയ്യാം. അതെ, ഇത്രയും നമ്മൾ കട്ട് ചെയ്തു. അപ്പം നമ്മൾ നെറ്റിപ്പട്ടം കാണിച്ചു തരാം.
കണ്ട ഗൈസ്, ഇനി ബാക്കിയുള്ള ചെറിയ മുത്തുകളെല്ലാം വെച്ച് നമ്മൾ അരങ്ങും കൂടെ ഒന്ന് സെറ്റാക്കി ഇതിന് ഫൈനൽ ലുക്ക് നമുക്കിനി നാളെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പിറ്റേ ദിവസം രാവിലെ തൊട്ട് തന്നെ പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മമ്മിയും ചേച്ചിയും ഉണ്ടായിരുന്നു സഹായിക്കാൻ. അപ്പോൾ നമ്മളിനി ബാക്കി ചെയ്യുന്നത് നമ്മുടെ മുകളിൽ ഉള്ള ആ ലൈനിലൂടെ നമ്മൾ ഏറ്റവും ചെറിയ കുമിളകൾ വെച്ചൊന്ന് ബോർഡർ ചെയ്യാം. നമുക്ക് ദേവസങ്കല്പത്തിന് ചുറ്റും 2 റൗണ്ട് ചെറിയ കുമിളകൾ വെച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ളത് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ അരങ്ങിനുള്ളത് ചെയ്യാം. മീൻസ് നമ്മൾ അരങ്ങ് കെട്ടുന്നത് ഉള്ളനൂല് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ നമ്മൾ അരങ്ങിന് ഉപയോഗിക്കുന്ന ട്രെയിനിൻ്റെ നീളം എന്ന് വെച്ചാൽ 140 സെൻറ്റിമീറ്റർ നീളമാണ്. 140ൻ്റെ കൃത്യം നടുക്കിൽ നമ്മൾ ഒരു നീളമുള്ള നൂല് കെട്ടിയിടുക. നമ്മൾ നടുക്ക് വെക്കേണ്ട കളർ ഉദ്ദേശിച്ച് നീളമുള്ള ആ കളർ നൂല് കെട്ടിയിടുക. എന്നിട്ട് നടുക്ക് നിന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ 10 ചുറ്റിയ 9 സെൻറ്റിമീറ്റർ നീളത്തിൽ 10 ചുറ്റിയ നൂലാണ് എടുക്കേണ്ടത്. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ ചുറ്റിയിരിക്കുന്നത് 15 ചുറ്റിൻ്റെ നൂലാണ്. നിങ്ങൾ നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ നീളം അനുസരിച്ച് അതിന് ചേരുന്ന രീതിയിലുള്ള അത്രയും കട്ടിയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ചുറ്റിയെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീർന്നിട്ട് നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ അരങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരങ്ങ് നെറ്റിപ്പട്ടത്തിലോട്ട് ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കുഞ്ചലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ നമ്മളൊരു 28 സെൻറ്റിമീറ്റർ മടക്കി വെച്ചിട്ടാണ് നമ്മളെ കുഞ്ചലം കെട്ടിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം കിടിലായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കുഞ്ചലം താഴത്ത് കെട്ടാം. അത് കഴിഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ വെൽവെറ്റ് തുണി ക്യാൻവാസുമായിട്ട് ഒട്ടിച്ചിട്ട് നമ്മളവിടെ വെക്കണം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. അപ്പോൾ മമ്മി ഇവിടെ അതിനകത്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നമുക്കവിടെ ഹോളിട്ടിട്ട് നമ്മുടെ ബോർഡിലൊക്കെ അലങ്കാരത്തിന് തൂക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് നോക്കിയിട്ട് പറ്റാത്ത കാരണം ഞാൻ എൻ്റെ കയ്യിലിരുന്ന സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഹോളിട്ടിരിക്കുന്നത്. നമുക്കിനി ബാക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നെറ്റിപ്പട്ടത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയാണെന്ന് എല്ലാവരും കമൻറ്റിൽ പറയണം. അപ്പോൾ നമ്മളിനി ഒരു വട്ടം കൂടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വരുമാന മാർഗം കൂടെയാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.